വൈകുന്നേരം വെറുതെ ഇരുന്ന ടൈമിനാട്ടാ എന്തെങ്കിലും കേൾക്കണമെന്നുള്ള പൂതി വന്ന് ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കണം എന്ന് ഉമ്മ ഇന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ എന്താന്നിങ്ങനെ ആലോചിക്കുമ്പോഴാണ് എന്നാ പിന്നെ റവ വട തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചേ. അതാവുമ്പോൾ സിമ്പിൾ ആണല്ലോ. അതിനായിട്ട് ഇതാ ഒരു പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ചില്ലി ഫ്ലെക്സ് ഒരു ടീസ്പൂൺ ബട്ടർ, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ചായിട്ട് റവയും ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇതാ ഇങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. ഈ പരുവാകുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇങ്ങനെ ബോളായിട്ട് വടന്റെ ഷേപ്പിൽ ഒന്നാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഇതൊരു ചെറിയ സൈസിലാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എങ്ങനെയാ സൈസ് വേണ്ടതെന്ന് വെച്ചാൽ കൂട്ടും കുറക്കും ചെയ്യാം. ഇതാ മുഴുവനായിട്ട് ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചൂടായ പാനിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച വട ചേർത്ത് കൊടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഒരു 10 മിനിറ്റോളം എടുത്തിട്ടാ ഇതൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് ഞാൻ ഇവിടെ ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അതിന് റെസിപ്പി പിന്നെ ആർക്കും പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ചട്നി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുത്താൽ മതി. ചട്നിന്റെ ആവശ്യമൊന്നും ഇല്ല. ഇത് വെറുങ്ങനെ കേൾക്കാനും അടിപൊളി സ്നാക്സ് ആണ്. അപ്പൊ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചട്നീനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ട്. അടിപൊളി റെസിപ്പി ആട്ടാ. എന്തായാലും വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്